ചാനൽ ബയോ സൂപ്പർ സക്സസ്. ഞാൻ ഷീന സലിൻ. NCERT +1 ബയോളജി ടെസ്റ്റിലെ ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ ക്ലാസ് ആണിത്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണിത്. നീറ്റ് സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഓർഡർ ഇല്ലാതെ പെട്ടെന്ന് ഈ ചാപ്റ്റർ ഇടുന്നത്. ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കുക. സ്ലൈഡ് പ്രസൻറ്റേഷൻ ആണ്. സോ നിങ്ങൾ ഈ ക്ലാസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Photosynthesis is the physicochemical process by which plants, algae and photosynthetic bacteria use sunlight to drive the synthesis of organic compounds. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. സോ ഓക്സിജൻ ഈസ് റിലീസ്ഡ് ആൻഡ് ദിസ് ഓക്സിജൻ ഈസ് യൂസ്ഡ് ഫോർ റെസ്പിറേഷൻ. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഒരു അനബോളിക് പ്രോസസ്സാണ്, മീൻസ് മേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ 6 കാർബൺ കോമ്പൗണ്ടായ ഗ്ലൂക്കോസാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുലയാണ് 2H2A + CO2 gives 2A + CH2O + H2O. ഇവിടെ CH2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് 6 കാർബൺ കോമ്പൗണ്ടായ ഗ്ലൂക്കോസാണ്. എ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓക്സിജൻ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോഡേൺ ഇക്വേഷൻ കിട്ടും. 12H2O + 6CO2 gives C6H12O6 + 6H2O + 6O2. Experiments related to photosynthesis. First one, half leaf experiment. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടന്ന് ലീവ്സിൽ സ്റ്റാർച്ച് ഫോം ചെയ്യും. അപ്പോൾ സ്റ്റാർച്ച് ഫോം ചെയ്യണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അത്യാവശ്യമാണ് എന്ന് തെളിയിക്കുന്ന എക്സ്പെരിമെൻ്റാണ് ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH സൊല്യൂഷൻ എടുത്തു. അതിൽ കോട്ടൺ സോക്ക് ചെയ്ത് വെച്ചു. ഇതിലേക്ക് ഒരു ലീഫിൻ്റെ കുറച്ച് ഭാഗം ഇൻസേർട്ട് ചെയ്തു. ബാക്കി പാർട്ട് എയറിലായിരിക്കും. അങ്ങനെ കുറച്ച് സമയം ലൈറ്റിൻ്റെ പ്രസൻസിൽ വെച്ചു. എന്നിട്ട് സ്റ്റാർച്ച് ഫോർമേഷൻ നടന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എയറിലായിരുന്ന പാർട്ടിൽ സ്റ്റാർച്ച് ഫോം ചെയ്യുകയും എന്നാൽ KOH സൊല്യൂഷനിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ടെസ്റ്റ് നെഗറ്റീവായിരുന്നു. അപ്പോൾ കാരണം എന്തായിരിക്കും? ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡ് വാസ് അബ്സോർബ്ഡ് ബൈ KOH. ദിസ് എക്സ്പെരിമെൻറ്റ് ഷോഡ് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് വാസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. പ്രീസ്ലീസ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇദ്ദേഹം ചെയ്തത് കത്തുന്ന ക്യാൻഡിൽ ഒരു ബെൽ ജാർ കൊണ്ട് കവർ ചെയ്തു. അപ്പോൾ തീ അണഞ്ഞു. ഇപ്പം ജീവനുള്ള ഒരു മൗസിനെയും ഒരു ബെൽ ജാർ കൊണ്ട് കവർ ചെയ്തു. ദ മൗസ് ഓൾസോ ഡൈഡ്. അദ്ദേഹം ഒരു മിൻറ്റ് പ്ലാന്റും ലിവിങ് മൗസും ബെൽ ജാറിനടിയിൽ വെച്ചു. അപ്പോൾ മൗസ് സർവൈവ് ചെയ്തു. ഇപ്പോൾ മിൻറ്റ് പ്ലാന്റിൻ്റെ പ്രസൻസ് വന്നപ്പോൾ ക്യാൻഡിലും അണഞ്ഞില്ല. അപ്പോൾ ഇതിൽ നിന്നും ഇദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി. പ്ലാന്റ്സ് ഹാവ് എ കപ്പാസിറ്റി ടു പ്യൂരിഫൈ ഫൗൾ എയർ. The process of photosynthesis can be divided into 2 parts, light reaction and dark reaction. Light reaction is light dependent reaction. Light is absorbed and this energy is used to make ATP and NADPH. So light reaction നടക്കുന്നത് ഗ്രാനയിലാണ്. എന്നാൽ dark reaction is light independent reaction. It is also called Calvin cycle. അപ്പോൾ ഇവിടെ ലൈറ്റ് റിയാക്ഷൻ വഴി ഉണ്ടായ ATPയും NADPHും യൂസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണ്. ഹൈഡ്രജൻ ഡോണർ. അപ്പോൾ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കാൻ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്യുന്നു, എന്നാൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നത് വാട്ടറിൽ നിന്നാണോ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണോ? Oxygen is evolved from water and not from carbon dioxide. So in green plants, hydrogen donor is water, but in purple and green sulfur bacteria, hydrogen donor is H2S and oxidation product is sulfur. Where does photosynthesis takes place? നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ലീവ്സിലാണ്. ലീവ്സിൽ എവിടെയാണ് നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിൽ. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാന, സ്ട്രോമ, ലാമല്ല എന്നിവയൊക്കെ ഉണ്ട്. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിലും ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലുമാണ്. ലൈറ്റ് റിയാക്ഷൻ വഴി
എനർജി റിച്ച് കോമ്പൗണ്ട്സ് ആയ ATPയും NADPH സിന്തസൈസ് ചെയ്യുന്നത് ഗ്രാനയിലാണ്. അപ്പോൾ ഈ ATP NADPH യൂസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്ത് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത് ഡാർക്ക് റിയാക്ഷൻ വഴി സ്ട്രോമയിലാണ്. Photosynthesis takes place in chloroplast of leaves that contains grana, the fluid stroma and stroma lamella. Light reaction takes place in grana and dark reaction takes place in stroma. The energy-rich molecules like ATP and NADPH are synthesized in grana and stroma lamella by light reactions. In stroma, carbon dioxide fixation takes place and leading to the synthesis of glucose, which in turn forms starch. How many pigments are involved in photosynthesis? ലീവ്സിലുള്ള പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ക്രോമാറ്റോഗ്രാഫി നടത്തിയാണ്. ക്രോമാറ്റോഗ്രാഫിക് സെപ്പറേഷനിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള പിഗ്മെൻറ്റ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ അവയാണ് ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. അപ്പോൾ ക്ലോറോഫിൽ A ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ കളർ, ക്ലോറോഫിൽ B യെല്ലോ ഗ്രീൻ കളർ, സാന്തോഫിൽ യെല്ലോ ആൻഡ് കരോട്ടിനോയിഡ്സ് യെല്ലോ ടു യെല്ലോ ഓറഞ്ച്. അപ്പോൾ ഇതിൽ മെയിൻ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ A ആണ്. In this graph you can see absorption spectrum of chlorophyll A, chlorophyll B and carotenoids. Chlorophyll Aക്ക് മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നത് ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലാണ്. ഹൈ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് കാണിക്കുന്നതും ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലാണ്. Here you can see a graph showing action spectrum of photosynthesis. അപ്പോൾ എന്താണ് ആക്ഷൻ സ്പെക്ട്രം? The rate of photosynthesis at different wavelength is measured and plotted by the amount of action. Means oxygen evolution and carbon dioxide utilization. This graphical representation of the rate of photosynthesis against wavelength is called action spectrum. Graph showing action spectrum of photosynthesis superimposed on അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ A. അപ്പോൾ ഇവിടെ ക്ലോറോഫിൽ A ആണ് മെയിൻ പിഗ്മെൻറ്റ്. എന്നാൽ മറ്റുള്ള പിഗ്മെൻറ്റ്സ് ആയ ക്ലോറോഫിൽ B, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ക്ലോറോഫിൽ Aക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അക്സസറി പിഗ്മെൻറ്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് അക്സസറി പിഗ്മെൻറ്റ്സ്? ക്ലോറോഫിൽ B, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. ദേ അബ്സോർബ് light and transfer the energy to chlorophyll A and also protect chlorophyll A from photooxidation. That is why these pigments are called accessory pigments. Light harvesting complex. Each photosystem, that is PS1 and PS2, has a single chlorophyll A molecule which forms the reaction center. ക്ലോറോഫിൽ A ഒഴിച്ചുള്ള മറ്റ് പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ B, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റമായി മാറുന്നു. ഇതിനെയാണ് ആൻറ്റിനെ എന്ന് പറയുന്നത്. ഇൻ PS1 റിയാക്ഷൻ സെൻറ്റർ ഈസ് P700. ഇവിടെ മാക്സിമം ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത് 700 നാനോമീറ്ററിലാണ്. ബട്ട് PS2 റിയാക്ഷൻ സെൻറ്റർ ഈസ് P680. ഹിയർ മാക്സിമം അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് 680 nanometer. Light reaction is also called photochemical phase or light dependent phase. It includes light absorption, water splitting and oxygen release, then formation of high energy compounds like ATP and NADPH. The pigments are organized into two light harvesting complexes, that is photosystem 1 and photosystem 2. PS1, that is photosystem 1, ഇതിൻ്റെ റിയാക്ഷൻ സെൻറ്റർ ആണ് P700. PS2ൻ്റെ റിയാക്ഷൻ സെൻറ്റർ ആണ് P680. The electron transport. Photosynthesis involves two photosystems, PS1 and PS2. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇവ തമ്മിലാണ്. ഇതിനു വേണ്ടി ഇലക്ട്രോൺ കാരിയേഴ്സിന് യൂസ് ചെയ്യുന്നു.
ഫോട്ടോസിസ്റ്റംസ് ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഇലക്ട്രോൺസ് ആർ റിലീസ്ഡ്. ഈ ഫിഗറിൽ കാണാം PS2 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് PS1ലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഇസഡ് മാനറിലാണ്. PS2ൻ്റെ റിയാക്ഷൻ സെൻറ്ററാണ് P680. ഇവിടെ ക്ലോറോഫിൽ എ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് ഇലക്ട്രോൺ ക്യാരിയേഴ്സ് വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് PS1ലെത്തുന്നു. ഈ സമയം ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും കൂടി കമ്പൈൻ ചെയ്ത് ATP സിന്തസൈസ് ചെയ്യുന്നു. എന്നാൽ PS1ൻ്റെ റിയാക്ഷൻ സെൻറ്ററായ P700 ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ എക്സൈറ്റഡ് ആകുകയും ഇലക്ട്രോൺസ് വീണ്ടും അവിടെ നിന്ന്, അതായത് PS1ൽ നിന്ന് ഇലക്ട്രോൺ ക്യാരിയേഴ്സ് വഴി അനദർ ഇലക്ട്രോൺ അക്സെപ്റ്ററായ NADP+ലെത്തുന്നു. NADP+ റെഡ്യൂസ് ചെയ്ത് NADPH ആയി മാറുന്നു. In PS2, the reaction center chlorophyll A absorbs 680 nanometer wavelength of red light and become excited and release electrons. These electrons are picked up by an electron acceptor which passes them to an electron transport system. This movement of electron is downhill in terms of oxidation, reduction or redox potential scale. These electrons passed on to PS1 and the reaction center of PS1 are also excited and release electrons. And these electrons are transferred to another acceptor NADP+. This electron reduces NADP+ to NADPH and H+. This scheme is called Z scheme. Splitting of water. Water molecules are split by PS2, that is photosystem 2, through the process called photolysis. Manganese and tyrosine plays an important role in photolysis. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് H+ ഓക്സിജനും ഉണ്ടാകുന്നു ആൻഡ് റിലീസ് ഇലക്ട്രോൺസ്. അപ്പം നമുക്കറിയാം ഫോട്ടോസിന്തസിസിൻ്റെ നെറ്റ് പ്രോഡക്റ്റാണ് ഓക്സിജൻ. ഈ ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നത് വാട്ടറിൽ നിന്നാണ്, കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നല്ല. Phosphorylation is the production of ATP in the presence of light during light-dependent phase of photosynthesis. This process is coupled to electron transport system. ഇതുകൂടാതെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ തൈലക്കോയിഡ് മെമ്പറിൽ ഒരു എൻസൈം ഉണ്ട്, ATP സിന്തേസ്. ATP സിന്തേസും ഫോസ്ഫോറിലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നു. കെമിയോസ്മോട്ടിക് മെക്കാനിസത്തിലൂടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രൈവ് ദ സിന്തസിസ് ഓഫ് ATP ഫ്രം ADP ആൻഡ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ്. ഫോസ്ഫോറിലേഷൻ 2 ടൈപ്സ് ഉണ്ട്, നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ ആൻഡ് സൈക്ലിക് ഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ഫോസ്ഫോറിലേഷനിൽ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് സൈക്ലിക് മാനറിലാണ്. Only PS1 photosystem 1 is functional. PS1ൻ്റെ റിയാക്ഷൻ സെൻറ്ററാണ് P700. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇലക്ട്രോൺ ക്യാരിയേഴ്സ് വഴി PS1ൽ തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ ഇവിടെ ATP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, NADPH പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഫോട്ടോളിസിസ്, ദാറ്റ് ഈസ് വാട്ടർ സ്പ്ലിറ്റിംഗ് ആബ്സെൻ്റ് ആണ്, വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നില്ല. സോ ഓക്സിജൻ ഈസ് നോട്ട് ഇവോൾവ്ഡ്. നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ് സെഡ് സ്കീം. ഇവിടെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് നോൺ സൈക്ലിക് മാനറിലാണ്. PS2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് PS1ലെത്തുന്നു, എന്നാൽ തിരിച്ച് PS2ൽ എത്തുന്നില്ല. ഇവിടെ ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യുന്നു. PS2ൽ ഫോട്ടോളിസിസ്, ദാറ്റ് ഈസ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടന്ന് ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നു. Chemiosmotic hypothesis എന്നാൽ സിന്തസിസ് ഓഫ് ATP ലിങ്ക്ഡ് വിത്ത് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം ATP സിന്തേസ്. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ലൂമൻ, ദാറ്റ് ഈസ് ക്യാവിറ്റിയിലാണ് പ്രോട്ടോൺസ് അക്യൂമുലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് H+ അക്യൂമുലേറ്റ് ചെയ്യുന്നത്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് H+ ഉണ്ടാകുന്നു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോട്ടോൺസ് ആർ ഓൾസോ ട്രാൻസ്പോർട്ടഡ് അക്രോസ് ദി മെമ്പറൈൻ.
ദീസ് പ്രോട്ടോൺസ് ആർ മൂവ്സ് ഇൻ ടു ദി ലൂമൻ. NADP റിഡക്റ്റേഴ്സ് കാണുന്നത് സ്ട്രോമയിലാണ്. ഈ NADP റിഡക്റ്റേഴ്സ് NADPയെ റെഡ്യൂസ് ചെയ്ത് NADPH ആൻഡ് H+ ആക്കി മാറ്റുന്നു. ഈ H+ ലൂമനിലോട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെ ലൂമനിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും. ദിസ് ക്രിയേറ്റ്സ് എ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് അക്രോസ് ദി തൈലക്കോയിഡ് മെംബ്രെയിൻ. അപ്പോൾ ഈ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ആണ് ATP സിന്തസിസിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. Chemiosmotic hypothesis. It is the ATP synthesis linked to the development of a proton gradient across the membrane in chloroplast. The proton gradient develops due to the following. First one, splitting of water takes place and protons accumulate within the lumen. As electrons move through the photosystem, protons transported across the membrane moves into the lumen. Then NADP reductase is located on the stroma. This enzyme and protons are necessary for the reduction of NADP+ to NADPH and H+. Calvin cycle. It is the light independent stage or dark reaction. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിലാണ് നടക്കുന്നത്. ഈ സൈക്കിൾ അനലൈസ് ചെയ്തത് മെൽവിൻ കാൾവിൻ ആണ്. അതുകൊണ്ടാണ് ഇതിനെ കാൾവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് 1961 ഫോട്ടോസിന്തസിസിൽ കാർബണിൻ്റെ പാത്ത് കണ്ടുപിടിച്ചതിന് നോബൽ പ്രൈസ് കിട്ടി. ഈ സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ C3 സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 കാർബൺ കോമ്പൗണ്ടാണ് PGA, phosphoglyceric acid. കാൾവിൻ സൈക്കിൾ ഇൻവോൾവ്സ് 3 phases. ഏതൊക്കെയാണ്? കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. ഫസ്റ്റ് വൺ, കാർബോക്സിലേഷൻ. അപ്പോൾ കാൾവിൻ സൈക്കിളിലെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഒരു 5 കാർബൺ കോമ്പൗണ്ടാണ് RuBp, റുബുലോസ് ബൈഫോസ്ഫേറ്റ്. ഈ RuBp കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്ത് 2 മോളിക്യൂൾസ് ഓഫ് PGA ഉണ്ടാവുന്നു. 2 മോളിക്യൂൾസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാവുന്നു. ഇൻ ദി പ്രസൻസ് ഓഫ് എൻസൈം റുബുസ്കോ, റുബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ്. അപ്പോൾ ഈ റുബുസ്കോയുടെ പ്രത്യേകത എന്താണ്? അബണ്ടന്റ് എൻസൈം ഇൻ ദി വേൾഡ്. ഇറ്റ് ഹാസ് ബോത്ത് ഓക്സിജനേസ് ആൻഡ് കാർബോക്സിലേസ് ആക്ടിവിറ്റി. ദെൻ സെക്കൻഡ് ഈസ് റിഡക്ഷൻ. 3 PGA സീരീസ് ഓഫ് റിയാക്ഷൻ നടന്ന് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് ആയി മാറുന്നു. 3 PGA is converted into 1,3-diphosphoglyceric acid, which then converted into glyceraldehyde 3-phosphate and then glucose or fructose. അപ്പോൾ ഇവിടെ ഫോസ്ഫോറിലേഷന് വേണ്ടി 3 ATP മോളിക്യൂൾസ് യൂട്ടിലൈസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് വേണ്ടി 2 മോളിക്യൂൾസ് ഓഫ് NADPH യൂട്ടിലൈസ് ചെയ്യുന്നു. തേർഡ് വൺ, റീജനറേഷൻ. ഹിയർ RuBp is regenerated for further carbon dioxide fixation. C4 pathway discovered by Hatch and Slack. So it is called Hatch and Slack pathway. In this pathway, the first stable product is a 4 carbon compound called oxaloacetic acid. Therefore, this pathway is also called C4 pathway. C4 പാത്വേ നടക്കുന്നത് മീസോഫിൽ സെൽസിലും ബണ്ടിൽ ഷീത്തിലുമാണ്. അപ്പം നമ്മൾ പഠിച്ചു C3 സൈക്കിളിൽ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് RuBp ആണ്. ഇവിടെ PEP, ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സാലോ അസറ്റിക് ആസിഡ് ഉണ്ടാകുന്നു. ഇൻ ദി പ്രസൻസ് ഓഫ് എൻസൈം PEP carboxylase. Oxaloacetic acid is then converted into a 4 carbon compound, malic acid or aspartic acid. Then it is transported into bundle sheath. ബണ്ടിൽ ഷീത്തിൽ വെച്ച് C4 ആസിഡ് ബ്രേക്ക് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്തതിന് ശേഷം അത് 3 കാർബൺ മോളിക്യൂളായി മാറുന്നു. ഈ 3 കാർബൺ മോളിക്യൂൾ മീസോഫിൽ സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും അവിടെ വെച്ച് വീണ്ടും PEP ആയി കൺവേർട്ട് ചെയ്യുന്നു. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയി കൺവേർട്ട് ചെയ്യുന്നു. ക്രാൻസ് അനാട്ടമി.
ഇപ്പോൾ ക്രാൻസ് അനാട്ടമി കാണുന്നത് C4 പ്ലാന്റ്സിലാണ്. ക്രാൻസ് മീൻസ് റീത്ത് ഓർ റിംഗ്. ഹിയർ മീസോഫിൽ സെൽസ് ആർ ക്ലസ്റ്റേർഡ് അറൗണ്ട് ദി ബണ്ടിൽ ഷീത്ത് സെൽസ് ഇൻ എ റിംഗ് ലൈക്ക് ഫാഷൻ. വാസ്കുലർ ബണ്ടിൽസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ബണ്ടിൽ ഷീത്ത് കാണുന്നു. ഇത് സെൻട്രിപെറ്റലി അറേഞ്ച്ഡ് ആണ്. ഈ ബണ്ടിൽ ഷീത്ത് സെവറൽ ലെയേഴ്സ് ഉണ്ട് ആൻഡ് ഹാവിംഗ് ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ദാൻ ഇൻ മീസോഫിൽ സെൽസ്. ഫോർ എക്സാമ്പിൾ മെയ്സ് ആൻഡ് സോർഗം. Differences between C3 cycle and C4 cycle. In C3 cycle, Kranz anatomy absent, but in C4 present. In C3 cycle, chloroplast are normal, but in C4, chloroplast are both granule and agranule. In C3, primary carbon dioxide acceptor is REPP, but in C4 it is PEP. In C3, carbon dioxide fixing enzyme is RUBP carboxylase, but in C4 it is PEP carboxylase. In C3, first stable product is 3-PGA, but in C4 it is oxaloacetic acid. Photorespiration high in C3 cycle but negligible in C4 cycle. C3 requires 18 ATP for the synthesis of 1 molecule of glucose, but C4 requires 30 ATP. Photorespiration mainly observed in C3 plants due to the oxygenase activity of the enzyme ribosome. Photorespiration takes place in 3 organelles: peroxisome, mitochondria and chloroplast. അപ്പോൾ C3 സൈക്കിളിൽ നമ്മൾ കണ്ടു RABP കാർബൺ ഡയോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് PGA ഉണ്ടാകുന്നു. എന്നാൽ ഇവിടെ RABP ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് 1 മോളിക്യൂൾ ഓഫ് ഫോസ്ഫോ ഗ്ലൈക്കോലേറ്റ് ആൻഡ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ പാത്വേയിൽ ATPയോ NADPHയോ സിന്തസൈസ് ചെയ്യുന്നില്ല, എന്നാൽ ATP യൂട്ടിലൈസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഫോട്ടോറെസ്പിറേഷൻ ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഫാക്ടേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2: internal, that is plant factors, and external factors. Internal factors include number, size, age and orientation of leaves, mesophyll cells and chloroplast, internal carbon dioxide concentration and amount of chlorophyll. External factors include sunlight, temperature, carbon dioxide concentration and water. Blackman's law of limiting factors. If a chemical process is affected by more than one factor, then its rate will be determined by the factor which is nearest to its minimal value. For example, a green leafil ലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഓപ്റ്റിമം ആണ്, എന്നാൽ ടെമ്പറേച്ചർ ലോ ആയാൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല. ലൈറ്റ്. There is a direct relationship between light and carbon dioxide fixation rate at low light intensities. So, light intensity കൂടിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ റേറ്റിൽ ഫർദർ ഇൻക്രീസ് ഉണ്ടാകില്ല. എന്നാൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടി അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ക്ലോറോഫിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫോട്ടോസിന്തസിസ് റേറ്റ് കുറയുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ വെരി ലോ ആണ്, അതായത് 0.03% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ 0.05% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ C3 പ്ലാന്റ്സ് ആൻഡ് C4 പ്ലാന്റ്സ് റെസ്പോണ്ട് ഡിഫറൻ്റ്ലി ടു കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടിയാൽ C3 പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്? C3 plants responds to higher carbon dioxide concentration by increasing rate of photosynthesis. As a result, productivity increases. And this concept is used for some greenhouse crops such as tomatoes and bell pepper. Then temperature. Dark reaction or C3 cycle is enzymatic and temperature controlled. C4 plants responds to higher temperature and increases photosynthetic rate. Then water. Water stress causes the closure of stomata and it is difficult to receive carbon dioxide for photosynthesis. അപ്പോൾ ഇത്രയാണ് ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്ററിൽ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കുക.
അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് നെക്സ്റ്റ് ക്ലാസ് ചെയ്യുവാൻ എനിക്കുള്ള മോട്ടിവേഷൻ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഓൾ. ടേക്ക് കെയർ.